ബിജു, ലക്ഷ്യ ഫുഡ് പ്രൊഡക്ട്സ് ആനമ്പള്ളം, കൊല്ലങ്കോട്. അവർ നടത്തുന്ന ഒരു ചെറിയ സംരംഭത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. സ്വാഗതം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ പാഠത്തിലേക്ക്. നമസ്കാരം ശ്രീജ മാഡം. നമസ്കാരം. എന്തൊക്കെയാണ് ശ്രീജ മാഡം ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഡ്ഡലി ദോശ മാവ് മാത്രമാണ്. അതിപ്പോ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ദോശ ഇഡ്ഡലി ബാറ്റർ അല്ലേ? അതെ സർ. എത്ര നാളായി ശ്രീജ തുടങ്ങിയിട്ട്? 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പൊ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പുരോഗമനം ലഭിച്ചിട്ടുണ്ട് ഇതിലൂടെ. ഇതിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? അരി, ഉഴുന്ന്, ഉലുവ, ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഉപ്പ് ചേർക്കൂലേ? ഇല്ല, ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കുന്നതോടുകൂടി മാവിന്റെ പുളിപ്പിന്റെ കണ്ടന്റ് കൂടും, നമുക്ക് ലൈഫ് കിട്ടില്ല. അതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കാറില്ല. അരി, ഉഴുന്ന്, ഉലുവ മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. ഈ അരി ഉഴുന്നൊക്കെ എന്ത് അനുപാതത്തിലാണ് ചേർക്കുന്നത്? അതിന്റെ റേഷ്യോ 5 കിലോ അരിക്ക് 1 കിലോ ഉഴുന്ന്, അല്ലെങ്കിൽ 6 കിലോ അരിക്ക് 1 കിലോ ഉഴുന്ന്, 10 കിലോ അരിക്ക് 1 കിലോ ഉഴുന്ന്, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതെ, നമ്മൾ ഒരു 10 കിലോ അരിക്ക് 1,250 ഗ്രാം ഉഴുന്നാണ് ചേർക്കുന്നത്. 1,250 ഗ്രാം ഉഴുന്നാണ് ചേർക്കുന്നത്. അത് സഫീഷ്യന്റ് ആണ്. അതെ, ഇതുകൊണ്ട് ദോശയും അതുപോലെ തന്നെ ഇഡലിയും ഒക്കെ നല്ല രീതിയിൽ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമ്മുടെ കിട്ടുന്നത്. ദോശയും ഇഡലിയും ഒരു മാവാണോ? ഒരു മാവ് തന്നെയാണ് ദോശയ്ക്ക് ഇഡലിക്ക് ഉപയോഗിക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ ഉഴുന്ന് ഉലുവ എന്തിനാ? ഉലുവ ചേർത്തുന്നത് ഇഡ്ഡലിക്ക് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഡ്ഡലിക്ക് മയം കിട്ടുന്നതും കൂടുതൽ സോഫ്റ്റ് ആവാനും അത് ഉപകരിക്കുന്നു. ടേസ്റ്റ് കൂടാനും. ഇതിലിപ്പോ ഈ ഉഴുന്നൊക്കെ ഞാൻ കണ്ടു വളരെ നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉഴുന്നാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം ഉഴുന്നിന്റെ അരിയുടെ ഒക്കെ? ഉഴുന്ന് നല്ല ക്വാളിറ്റി എടുക്കുന്നതോട് നമുക്ക് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് തിരിച്ചു കിട്ടുന്നത്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ തനി വീട്ടിൽ പഴയ കാലഘട്ടത്തില് നാടനായിട്ട് വീട്ടിൽ എങ്ങനെയാണോ അരക്കണം അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ അരച്ചു തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടുകാർക്ക് ആ ഇഡ്ഡലിയുടെ മണം തന്നെ കറക്റ്റ് പണ്ട് കാലത്ത് അമ്മമാർ വീട്ടിലുണ്ടാക്കുന്ന അതേ മണത്തിലും രുചിയിലുമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അരിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡോ? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് SSKയുടെ പൊന്നി അരിയാണ് ഉപയോഗിക്കുന്നത്. SSKയുടെ പൊന്നി അരി ഉപയോഗിക്കുന്നു. അതുപോലെ ഏറ്റവും നല്ല ഉഴുന്നാണ്, മഹാരാജയുടെ ഉഴുന്നാണ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈജീൻ ആയിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. അപ്പൊ അവര് അരിയൊക്കെ കഴുകുന്നതാണെങ്കിൽ തന്നെ 2-3 പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി ഊറ്റിക്കളഞ്ഞ് വീണ്ടും എടുത്ത് അല്ലേ? അതെ, 3 തവണ അരി വെള്ളം ഒഴിച്ച് ഊറ്റിക്കുക. അതെല്ലാം മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ അത്രയും ഹൈജീൻ ആയിട്ട് ചെയ്ത് കാണാറില്ല. പക്ഷെ ഇത് വളരെ ഹൈജീൻ ആയിട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അത് ഞങ്ങൾ സ്റ്റാഫുകളാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. സ്റ്റാഫ് അവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ അതിന് നല്ല രീതിയിൽ കൊണ്ടുപോയി നടത്തുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? ഉഴുന്നോ അരിയൊക്കെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഷോർട്ടേജ് വരുന്നുണ്ട്. അതെ, ഷോർട്ടേജും ഉണ്ട് സർ. ചില സമയത്ത് ഷോർട്ടേജ് വരുന്നുണ്ട്. അവർക്ക് തന്നെ ഇപ്പൊ ഇവിടെ സാധാരണ എത്തുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതല്ലാതെ വേറെ പ്രോബ്ലം ഇല്ല. അതൊരിക്കലും വന്നിട്ടില്ല. നമുക്ക് ഇതിന്റെ ഒരു വിൽപ്പന എങ്ങനെയാണ് നടത്തുന്നത്? നിങ്ങൾ നേരിട്ട് വിൽക്കുകയാണോ? ഞങ്ങൾ നേരിട്ട് കടകളിൽ സപ്ലൈ ചെയ്യാണ്. അത് സപ്ലൈന് മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ വേറെയുണ്ട്. എത്ര കടകളിലൊക്കെ സപ്ലൈ ഉണ്ടാവും റഫ്ലി പറഞ്ഞാൽ? ഇപ്പൊ ഒരു മോസ്റ്റ്ലി ഒരു 2000 പാക്കറ്റോളം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു 100-350 കടകളുണ്ട്. എവിടെയൊക്കെയാണ് ഈ കടകള്? പാലക്കാട് ടൗണൊക്കെ ഉണ്ടോ? പാലക്കാട് ടൗണിലേക്കില്ല, ഞങ്ങള് വടക്കഞ്ചേരി, എറണാകുളം വരെ റീച്ച് ആവുന്നുണ്ട്. അതെ, തൃശ്ശൂരുണ്ട്. അത് ഞങ്ങൾക്ക് പാലേജന്റ് മുഖേനയാണ് പോകുന്നത്. അപ്പൊ അവർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അവിടേക്ക് എത്തിക്കും. അതെ. എത്ര ദിവസത്തെ ഒരു ലൈഫ് കിട്ടും ഇതിന്? ഇതിന് 3 ദിവസത്തെ ലൈഫാണ് സർ പറയുന്നത്. ഇത് 1 കിലോ അല്ലേ? അതെ, 1 കിലോ.
3 ദിവസത്തെ കുഴപ്പമൊന്നുമില്ല. ഫ്രീസ് ചെയ്താൽ കുറച്ചും കൂടി കിട്ടും. ഫ്രീസ് ചെയ്യുമ്പോഴാണ് 3 ദിവസം. 3 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം. ഒരു ദിവസം അത് കഴിഞ്ഞ് അതിന്റെ ഓട്ടോമാറ്റിക് അതിന്റെ പ്രോസസ്സിംഗ് തണുക്കും. ഇത് ഒരു ദിവസം നമ്മൾ വെച്ചിട്ട് വേണ്ടി എടുത്ത് ദോശ ഉണ്ടാക്കാൻ. നമുക്ക് ഇത് പുളിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ദോശ വാങ്ങിച്ച അപ്പൊ തന്നെ ദോശ ഉണ്ടാക്കാൻ പറ്റും? അത് പറ്റില്ല സർ. പുളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റും ഗുണവും കിട്ടും. ഒരു ദിവസം പുളിക്കണം. 24 hours വേണ്ട, ഒരു 6 to 7 hours മതി. 6 to 7 hours. നമ്മളിത് മാർക്കറ്റിലെത്തി കടകളിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും ഏകദേശം ആവും, കാരണം വെയിലും ഫെർമെന്റേഷൻ ഒക്കെ കറക്റ്റ് ആവും. ഇത് ക്രെഡിറ്റ് പോവും ആൾക്കാർക്ക് കടയില്. തൽക്കാലം നമ്മളിപ്പോ ചെയ്യുന്നില്ല. മാത്രമല്ല 3 ദിവസത്തെ ലൈഫല്ലേ ഇല്ല, ക്രെഡിറ്റും ഇല്ല വരുന്നില്ല. ഇല്ല, അത്രയ്ക്കുള്ള ചെറിയൊരു സംരംഭം ആയതുകൊണ്ട് ക്രെഡിറ്റിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് മെറ്റീരിയൽ മേടിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കിട്ടൂല. ക്രെഡിറ്റ് കിട്ടില്ല, അത് നമ്മൾ ബൈക്ക് ക്യാഷ്. ഇപ്പോ 12 പേരുണ്ട്. 12 പേരുണ്ട്. ഇതിന് എന്തൊക്കെ മെഷീനറികൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയാമോ? പറയാം സർ. ഇപ്പൊ പാക്കിംഗ് മെഷീൻ തൽക്കാലം ഉപയോഗിക്കുന്നില്ല. കുഴപ്പമില്ല. ഇത് പാക്കിംഗ് മെഷീൻ, മാനുവൽ ആണ് പാക്കിംഗ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. പിന്നെ ഉള്ളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉഴുന്നരയ്ക്കാനുള്ള ടിൽറ്റിംഗ് ഗ്രൈൻഡർ, അത് 3 ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യാൻ മിക്സർ 1 ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റൈസ് ഗ്രൈൻഡർ 3 ഉപയോഗിക്കുന്നുണ്ട്. അത് ഇൻസ്റ്റന്റ് അത് 3 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു മിക്സ് ചെയ്യുന്ന അതൊരു മിക്സർ സർ, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ എല്ലാം കൂടി എത്ര രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെന്ന് റഫ്ലി പറയാൻ പറ്റുമോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആകെ 3 മെഷീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് തൽക്കാലം വ്യവസായ വകുപ്പിൽ 3 ലക്ഷം രൂപയുടെ ഇപ്പൊ നമുക്ക് അതിൽ കൂടുതൽ ഒരു വീണ്ടും 3 ലക്ഷം രൂപ ഇറക്കാനുള്ള മെഷീനറീസ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഒരു 6-7 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ അഡീഷണൽ ആയിട്ട് മേടിച്ച മെഷീനറിക്ക് സബ്സിഡി തന്നോ സർക്കാർ? ഇല്ല, സബ്സിഡി കിട്ടിയില്ല. ഞങ്ങൾ അത് സെക്കൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മെഷീനാണ് മേടിച്ചത്, പഴയ മെഷീൻ സബ്സിഡി കിട്ടൂല. അത് പുതിയത് മേടിച്ചെങ്കിൽ സർക്കാരിന്റെ സബ്സിഡി എല്ലാം സബ്സിഡി കിട്ടുമായിരുന്നു. PMEGP ലോൺ എടുത്താണ്. അതെ, PMEGP ലോൺ നല്ലൊരു സഹകരണമായിരുന്നു. തീർച്ചയായിട്ടും സാറാ, ദിലീപ് സാറായിരുന്നു ഫുൾ ഹെൽപ്പ് ചെയ്തു. ദിലീപ് സാറെ എന്നെ വിളിച്ച് പറഞ്ഞു. അതെ. അപ്പൊ ഇനി ഇതിലെന്താ ഒരു അഡ്വാൻസ്മെന്റ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പൊ സ്ഥലപരിമിതി കൊണ്ടുള്ള ഒരു പ്രശ്നം. അല്ല, ഇത് ഓൺ വീടാണ്. അപ്പൊ ഇത് കളഞ്ഞ് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയ പ്രശ്നം തീരില്ലേ? ഇപ്പോഴത്തെ സാമ്പത്തികം കൊണ്ട് തൽക്കാലം നിർത്തി. ഇത് വീട് ഇവിടെ തന്നെയാണ്? അതെ, വീട് ഇതാണ്. ഹസ്ബൻഡും കുട്ടികളും? ഹസ്ബൻഡ് ഇപ്പൊ മാർക്കറ്റിംഗ് ആണ്, പോയിരിക്കാണ് ആള്, ഫീൽഡിൽ പോയിരിക്കാണ്. കുട്ടികൾ സ്കൂളിൽ പോയിട്ടുണ്ട്. 2 പേരാണ്. ഒരാള് നമുക്കിപ്പോ 3ാം ക്ലാസ്സില്, പിന്നെ ചെറിയ ആള് LKG. ഹസ്ബൻഡിന്റെ പേരെന്താ? ബിജു. അദ്ദേഹമാണ് സെയിൽസും എല്ലാം അദ്ദേഹമാണ് കൺട്രോൾ. GST ഇപ്പൊ തൽക്കാലം എടുത്തിട്ടില്ല. അത്രയൊന്നും കച്ചവടം. ശരി. അപ്പൊ ഇത് കുറച്ചും കൂടി വലിയ ഒരു തലത്തിലേക്ക്. ഇപ്പൊ നിങ്ങൾ എത്ര പേര് 12 പേര്? 12 വർക്കേഴ്സ് ഉണ്ട്. എല്ലാം സ്ത്രീകളാണ് അല്ലെ? സ്ത്രീകളുണ്ട്, ജെന്റ്സ് മാർക്കറ്റിംഗ്. ജെന്റ്സ് മാർക്കറ്റിംഗിലുണ്ട്. ഇവിടുത്തെ പ്രൊഡക്ഷനിലെ എല്ലാം സ്ത്രീകളാണ്. അവര് വളരെ ക്യാപ്പൊക്കെ വെച്ച് അതുപോലെ ഗൗൺ എല്ലാം ധരിച്ച് വളരെ ഒരു ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന് നന്നായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഏതായാലും അതിലൊരു പ്രത്യേക താങ്ക്സ് അവരോട്. അപ്പൊ എന്തായാലും ഈ ശ്രീജയുടെ ഈ ഒരു മണീസ് എന്ന ഈ ഒരു സംരംഭം അതൊരു വലിയ തലത്തിൽ, ഉയർന്ന തലത്തിൽ ഒരു 10-100 പേർക്കൊക്കെ ജോലി കൊടുത്തുകൊണ്ടുള്ള വലിയ ഒരു പ്ലാന്റ് സെറ്റപ്പിലേക്ക് വരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു.